പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതയാത്രയുടെ ഓരോ കാൽവെപ്പിലും നമ്മുടെ സൃഷ്ടാവും രക്ഷിതാവും ഉടമസ്ഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികൾ അംഗീകരിച്ചും വിലക്കുകൾ ഏതൊക്കെ കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അവ പരിത്യജിച്ചും ജീവിതം ചിട്ടപ്പെടുത്താൻ പ്രയത്നിക്കണം. അതാണ് ജീവിത വിജയത്തിന്റെ ഏക മാർഗം. ജീവിതത്തിൽ ഒരിക്കലും സത്യസന്ധത കൈവിടുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള പ്രവാചകന്മാർ, വിശിഷ്യ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അടിക്കടി ഉണർത്തിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈ തഖ്വ. ആ ഗൗരവത്തിലും പ്രാധാന്യത്തിലും തഖ്വയുടെ കാര്യങ്ങൾ പരിഗണിക്കണം. വീഴ്ചകൾ സംഭവിച്ചു എന്ന് ബോധ്യപ്പെടുന്ന നിമിഷം തിരിഞ്ഞു നടക്കാനുള്ള ആർജവം കാണിക്കണം. കുറച്ച് പിന്നിട്ട ശേഷം ഒരുപക്ഷെ തിരിഞ്ഞ് നടത്തം തന്നെ സാധ്യമായില്ലെന്ന് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തഖ്വയുടെ തേട്ടത്തിന് വിരുദ്ധമായി നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും റഹ്മാനായ റബ്ബ് അവന്റെ കൃപ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമസ്കാരവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് മുമ്പ് രണ്ട് സന്ദർഭങ്ങളിലായി നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. അതിലൊന്ന് മറ്റ് ഏത് ആരാധനാ കർമ്മങ്ങളെക്കാളും സമയത്തിന് നിർവഹിക്കുക എന്നതിന് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ള, അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാത്ത ഒരു കർമ്മമാണ് ഫർള് നമസ്കാരങ്ങൾ, നിർബന്ധ നമസ്കാരങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നതാണ്. ഈ കാര്യം വേണ്ട വിധം ഗൗരവത്തോടെ ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ മുന്നോട്ടുപോക്കിന് കുറെ കൂടി ആശ്വാസം നൽകുന്ന പടച്ചതമ്പുരാൻ നൽകിയ ഇളവുകളെ സംബന്ധിച്ചാണ് രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് കാര്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നമസ്കാരം എന്ന് പറയുന്ന കർമ്മത്തിന്റെ ഏകാഗ്രത, അറബിയിൽ നമ്മൾ സാധാരണ ഖുശൂ എന്നൊക്കെ പറയുന്ന ഭയഭക്തി, ഏകാഗ്രത, നമസ്കാരത്തിന്റെ സാക്ഷാൽ ഉദ്ദേശ്യം എന്താണ്, എന്നിങ്ങനെയുള്ള പല ചർച്ചകളുമുണ്ട്. ഈ ചർച്ചകൾ ഓരോന്നും അതാതിന്റെ സ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിന്റെ ഒക്കെ മുമ്പ് നമുക്ക് ബോധ്യപ്പെട്ട ഈ കാര്യം നമുക്ക് തീരുമാനാധികാരമുള്ളിടത്ത് പതിവായി നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉറപ്പുവരുത്തുക എന്നതാണ് മൂന്നാമത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിതാവ് അദ്ദേഹം 5 നേരം നമസ്കരിച്ചാൽ മാത്രം പോരാ. നമുക്കെല്ലാവർക്കും അതിന്റെ പ്രാധാന്യം അറിയാൻ കഴിയും. കുടുംബനാഥൻ എന്ന് പറയുന്നത് ഒരു ചുമതലയാണ്, ഒരു ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ ഇണ ഉൾപ്പെടെയുള്ളവരുടെ മൊത്തം സംരക്ഷണത്തിന്റെ ചുമതലയാണ്. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ കുടുംബം എന്ന സ്ഥാപനം അല്ലാഹു പരിചയപ്പെടുത്തിയതാണ്.
അപ്പൊ ആ സ്ഥാപനത്തിന്റെ ഒരു പോർട്ട്ഫോളിയോ, അതിന്റെ ഒരു ഹയറാർക്കി എങ്ങനെയാവണം, ഇതും പടച്ചവനാണ് തീരുമാനിക്കുന്നത്. അപ്പോ അള്ളാഹ് പറയുന്നു അവിടെ രണ്ടുപേരും തുല്യരല്ല, രണ്ടുപേരും തുല്യരായിട്ട് ഒരു കമ്മിറ്റിയും മുന്നോട്ട് പോകില്ല. നിങ്ങൾ ഈ ആലം ദുനിയാവിൽ എത്ര കമ്മിറ്റികൾ നിങ്ങൾക്ക് പരിചയമുണ്ടോ എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഒന്നുകിൽ ഒരു പ്രസിഡന്റ്, അല്ലെങ്കിൽ ഒരു കൺവീനർ, അല്ലെങ്കിൽ ഒരു ലീഡർ, പേരെന്തായാലും ഒരാൾ കുറച്ചധികം റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമുള്ള ആളായിരിക്കും. അങ്ങനല്ലാതെ ഒരു കൂട്ടു സംരംഭം മുന്നോട്ട് പോകില്ല. അപ്പൊ പടച്ചോൻ പരിചയപ്പെടുത്തിയ ഈ സ്ഥാപനത്തിന്റെ അധികാര ശ്രേണി എങ്ങനെയാവണം എന്ന് അള്ളാഹ് പറഞ്ഞപ്പോ അവിടെ കുടുംബനാഥൻ ഒരു ഉത്തരവാദിത്തം അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇണകളും മക്കളും സ്വർഗത്തിൽ പോകുന്ന അത്ര വേഗം കുടുംബനാഥന്മാര് സ്വർഗത്തിൽ പോകില്ല. കാര്യഗൗരവത്തിൽ വിഷയങ്ങൾ മനസ്സിലാക്കി സന്ദർഭോചിതം ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ വേറെ കുറെ വിഷയങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്ക് അതേക്കുറിച്ച് ആലോചിക്കാം. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് കുടുംബനാഥൻ എന്ന ചുമതലയെപ്പറ്റി മൊത്തത്തിൽ പറയാനല്ല. ആ കുടുംബനാഥൻ 5 നേരം നമസ്കാരം നിലനിർത്തിയാൽ അദ്ദേഹത്തിന്റെ ചുമതല തീരും എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കണം എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം എന്തു ചെയ്യണം? അദ്ദേഹം 5 നേരം നമസ്കരിക്കണം. ഇളവുകൾ ഉണ്ടെങ്കിൽ ഇളവുകൾ ഉപയോഗപ്പെടുത്താം. കഴിഞ്ഞ ആഴ്ചത്തെ ഖുതുബയ്ക്ക് ശേഷം ഒരു സുഹൃത്ത് എന്നോട് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, യാത്രക്കാരൻ വീട്ടിൽ നിന്ന് യാത്ര തന്നെ പുറപ്പെടുന്ന ന്യായമായും ഒരു യാത്രയാണ്. ആ യാത്ര പുറപ്പെടുന്നതിന് മുന്നേ ഉള്ള നമസ്കാരം വീട്ടിൽ വെച്ച് 4 നമസ്കരിച്ചു, അല്ല 2 കസറാക്കിക്കൂടെ, ചുരുക്കിക്കൂടെ? അതുപോലെ തിരിച്ച് യാത്ര കഴിഞ്ഞ് വന്നിട്ട് ആ യാത്രയുടെ ഭാഗമായിട്ട് ഉണ്ടായ നമസ്കാരം അല്ലെങ്കിൽ അവശേഷിച്ച നമസ്കാരത്തോടെയാണ് വീട്ടിൽ വന്നത്. അപ്പോ അത് 2 റക്അത്ത് നമസ്കരിച്ചൂടെ? ഈ ചോദ്യത്തെക്കുറിച്ച് ഞാൻ അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ ഒന്നുകൂടി പറയാണ്. ഇതിന്റെ ഫുഖഹാക്കൾ എന്ത് പറഞ്ഞു, പണ്ഡിതന്മാർക്ക് എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ട്, ഇതൊക്കെ പരിശോധിക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്നാമതായി നമ്മൾ പരിശോധിക്കാൻ ബാധ്യതയുള്ളത് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും, അള്ളാന്റെ ദുനിയാവിലെ ആകാശത്തിന് താഴെ ഭൂമിക്ക് മീതെയുള്ള എന്ത് പ്രശ്നം വന്നാലും ഒരു വിശ്വാസിയുടെ മുമ്പിൽ വന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ നോട്ടം വിശുദ്ധ ഖുർആനിലേക്കായിരിക്കണം. അല്ലാതെ നമ്മൾ ഈ ഖുർആൻ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അട്ടിയുടെ മുകളിൽ വെക്കുമെങ്കിലും നമ്മൾ നോട്ടം തുടങ്ങൽ ഏറ്റവും അടിയത്തെ കിതാബ് എന്നാണ്. ആ അടിയത്തെ കിതാബിൽ നോക്കി അതിലില്ല, അതിന്റെ മേലുള്ള കിതാബിൽ നോക്കി അതിലുമില്ല, പിന്നത്തെ കിതാബിൽ നോക്കി അതിലുമില്ല. ഇനി ഗതി മുട്ടിയാ നോക്കേണ്ട കിതാബാണ് ഖുർആൻ എന്ന് വിചാരിച്ചിട്ടല്ല മുസ്ലിംകൾ ഇസ്ലാമിക ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത്. അവരുടെ മുമ്പിൽ ഒരു പ്രശ്നം വന്നാൽ അവരാദ്യം നോക്കേണ്ടത് ഖുർആനിലേക്കാണ്. ഖുർആൻ ഓരോ ആളും പരിഭാഷ, അറബി തന്നെയും അറിയാത്ത ആള് പരിഭാഷ നോക്കിയിട്ട് ഇജ്തിഹാദ് നടത്തണം എന്നല്ല ഈ പറയുന്നത്. അതിന്റെ അടിസ്ഥാനങ്ങളുണ്ട്. ഇയാൾക്ക് ഖുർആനിലേക്ക് നോക്കി കാര്യം മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ഖുർആനിൽ നോക്കി കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കണം. അല്ലാതെ ഉള്ള വിവരം വെച്ചിട്ട് ഒരു ഇജ്തിഹാദ് അങ്ങ് നടത്തിക്കളയാം എന്ന് തീരുമാനിക്കരുത്. ഇരിക്കട്ടെ. അപ്പോ ഈ അങ്ങനെ നമ്മൾ ഖുർആനിലേക്ക് നോക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖസറിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? ഖസർ നമസ്കാരം ചുരുക്കി നമസ്കരിക്കാം എന്ന ഇളവ്, യാത്രക്കാർക്ക് 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്താക്കി നമസ്കരിക്കാം എന്ന ഇളവ് പടച്ച തമ്പുരാൻ നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? വഇദാ ലറബ്തും ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറു മിനസ് സലാത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് നമസ്കാരം ചുരുക്കി നമസ്കരിക്കുന്നതിന് വിരോധമില്ല. വളരെ പ്രകടമല്ലേ? ഒരു ആലോചനയും ഒരു ഗവേഷണവും വേണ്ടാത്ത ഒരൊറ്റ നോട്ടത്തിൽ കാര്യം വ്യക്തമാണ്. യാത്രയുമായിട്ടാണ് റബ്ബ് ഇതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. യാത്ര എത്രയുണ്ടോ അത്രയും ഇയാൾക്ക് ചുരുക്കാം. യാത്ര എപ്പോ അവസാനിക്കുന്നോ അപ്പൊ ഇയാൾ ചുരുക്കൽ അവസാനിപ്പിക്കണം. യാത്ര 2 രീതിയിൽ അവസാനിക്കാം. ഒന്ന്, യാത്ര തിരിച്ച് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞ് താൻ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി, അപ്പൊ യാത്ര അവസാനിച്ചു. രണ്ടാമത്തേത്, ഒരു പ്രവാസി അദ്ദേഹത്തിന്റെ ഗൾഫ് രാജ്യത്തേക്ക് പോവുകയാണ്. അവിടെ എത്തി, പിന്നെ അവിടെ അദ്ദേഹം മുഖീമാണ്. അദ്ദേഹത്തിന് അവിടെ നിന്ന് കൊടുക്കുന്ന ബിത്താക്കയിൽ ഇക്കാമ എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ സ്ഥിര താമസക്കാരനാണ് എന്ന് അദ്ദേഹം മാത്രമല്ല ഡിപ്പാർട്ട്മെന്റും അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം.
എന്നിട്ടൊരു സിയാറ വിസിറ്റിംഗ് വിസയിൽ ചെന്ന ആളുകൾക്കില്ലാത്ത പല ആനുകൂല്യങ്ങളും ഗവൺമെന്റ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ ചെന്നതോടുകൂടി യാത്ര അവസാനിച്ചു. അത് അദ്ദേഹത്തിന്റെ ജന്മനാടല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സ്വന്തം ദേശമല്ലെങ്കിലും ഒരു അന്യരാജ്യത്താണെങ്കിലും അദ്ദേഹം അവിടെ ചെന്ന് ജോലിയിൽ ഏർപ്പെടാൻ തുടങ്ങുന്നത് മുതൽ അദ്ദേഹം യാത്രക്കാരനല്ല. അദ്ദേഹത്തിനും അറിയാം, അദ്ദേഹത്തെ അറിയുന്നവർക്കൊക്കെയും അറിയാം. അപ്പൊ യാത്ര അവസാനിച്ചു. പിന്നെ കസർ പറ്റൂല. അപ്പൊ കസർ ചുരുക്കി നമസ്കരിക്കുക എന്നത് യാത്രയുമായിട്ടാണ് ബന്ധപ്പെടുത്തിയത് എന്ന് നമുക്കങ്ങ് ബോധ്യമുണ്ടായാൽ യാത്രയിൽ മാത്രമേ നമസ്കാരം ചുരുക്കാൻ അനുവാദമുള്ളൂ. സ്വന്തം വീട്ടിൽ വെച്ച് നമസ്കാരം ചുരുക്കുന്നതിന് അതുകൊണ്ട് തന്നെ ശറയിൽ അനുവാദമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നിടത്തേക്ക് പോകാം. കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ വ്യവസ്ഥാപിതമായി ഈ നമസ്കാരം നിലനിർത്തിയാൽ മാത്രം പോരാ. പിന്നെന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നീ നിന്റെ കുടുംബത്തെ നമസ്കാരത്തിന് പ്രേരിപ്പിക്കണം. നീ നിന്റെ കുടുംബത്തെ നമസ്കാരത്തിന് പ്രേരിപ്പിക്കണം. അതിന്മേൽ ക്ഷമാപൂർവം ഉറച്ചു നിലകൊള്ളണം. സബിറുവല്ല വസ്തബിർ എന്ന പ്രയോഗത്തിന് ഭാഷാപരമായി ഒരു കുറെ കൂടി ശക്തിയുള്ള ഒരർത്ഥമുണ്ട്. സബിർ തന്നെ നമ്മൾ മനസ്സിലാക്കിയ അർത്ഥമല്ല. സബിറിന് തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയ അർത്ഥമല്ല. പക്ഷെ എന്താണ് ഇപ്പൊ അർത്ഥം എന്ന് പറയാൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ സബിർ തന്നെ ഒരു ഉറച്ച നിലപാടാണ്. നമുക്ക് സബർ ഒരു പിൻവലിയലാണ്, നമുക്ക് സബർ ഒരു കീഴടങ്ങലാണ്, നമുക്ക് സബർ ഒരു അനാവശ്യമായി നിന്നുകൊടുക്കലാണ്, അല്ലെങ്കിൽ തല്ലുവാങ്ങലാണ്. പക്ഷെ ഇസ്ലാമിലെ സബർ അതല്ല. അത് തന്നെ ഒരു ആർജവമുള്ള ഒരു തീരുമാനമാണ്. എന്താണോ തീരുമാനം അതിൽ ഉറച്ചു നിൽക്കലാണ് എന്നതാണ് സബറിന്റെ തന്നെ സാക്ഷാൽ അർത്ഥം. അപ്പൊ ഇവിടെ അല്ലാഹു പറയുന്നത് വസ്തബിർ അലൈഹ, അസാധാരണമാം വിധം എന്തു സംഭവിച്ചാലും പാളാതെ പതറാതെ അടിതെറ്റാതെ നമസ്കാരം നിലനിർത്തുക എന്നതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. നീ നിന്റെ കുടുംബത്തോട് നമസ്കാരത്തെക്കുറിച്ച് കൽപ്പിക്കണം എന്നാണ്. ആ പ്രയോഗത്തെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. അപ്പൊ നമുക്ക് 5 നേരം നമസ്കരിച്ചാൽ മാത്രം പോരാ. നമസ്കാരം നിലനിർത്തുന്ന ഒരു വീട്, ഒരു നമസ്കാരത്തിന് നിലയും വിലയുമുള്ള ഒരു ഗാർഹിക അന്തരീക്ഷം ഒരു കുടുംബനാഥൻ തന്റെ വീട്ടിലുണ്ടാക്കണം. അത് കുടുംബനാഥന്റെ ഗവൺമെന്റ് എന്ന് പറഞ്ഞത് ഒരു ചെറിയ വീടാണ്. കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഓരോരുത്തരും ഭരണാധികാരികളാണ്. നിങ്ങൾ നിങ്ങളുടെ കീഴിലുള്ള ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ കുടുംബനാഥൻ തന്റെ അഹ്ലുകാരുടെ മേൽ ഭരണാധികാരിയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ. അതിപ്പോ നമുക്ക് ഭാര്യ ഉൾപ്പെടെയുള്ളവരുടെ മേൽ നമുക്ക് ചുമതലയുണ്ടെങ്കിൽ ഭാര്യയാണ് വീട്ടിന്റെ ഭരണാധികാരി. വീട്ടിലെ കാര്യം ഭാര്യയോട് കൂടി ആലോചിക്കാതെ വീട്ടിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലും ഒരാളും തീരുമാനമെടുക്കരുത് എന്നാണ് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് നമുക്ക് അത്രയൊന്നും കർത്തൃത്വമില്ലാത്ത കാര്യമാണെങ്കിലും കൂടിയാലോചന വേണം. അല്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ, നിങ്ങളുടെ കുഞ്ഞിന് മുലപ്പാൽ നൽകുന്നത് നിർത്താൻ തീരുമാനിക്കുമ്പോ ഉഭയകക്ഷി സമ്മതത്തോടെ രണ്ടാളും ചർച്ച ചെയ്തിട്ട് 2 കൊല്ലം തികയുന്നതിന് മുന്നേ തന്നെ മുലപ്പാൽ കൊടുക്കുന്നത് നിർത്താൻ തീരുമാനിച്ചാൽ ഫലാ ജുനാഹ അലൈഹിമാ, അവർ കുറ്റക്കാരല്ല. ഇദ്ദേഹത്തിന് നേർക്കുനേരെ ഒരു റോളില്ലാത്ത കാര്യത്തിലും കൂടിയാലോചന നടത്തണം. വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലും തന്റെ ഭർത്താവ് തന്റെ ഇണയോട് കൂടിയാലോചിക്കാതെ സ്വന്തം നിലക്ക് തീരുമാനം പ്രഖ്യാപിക്കരുത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ നേരെ അപ്പുറത്തെ സൈഡ് പറഞ്ഞതാണ്. ഇത് രണ്ടാളും മനസ്സിലാക്കണം. അപ്പോ വൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ. അപ്പൊ ഈ സഹോദരി, കുടുംബിനി, നമ്മുടെ ഇണ, മക്കളുടെ ഉമ്മ, അവർക്ക് അവരുടെ മക്കളുടെ മേൽ അവർ റായിയത്താണ്. അവരും നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈല ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ.
ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ കഥ വിവരിക്കവേ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവനയുടെ ഇടയിൽ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്, അദ്ദേഹം തന്റെ കുടുംബക്കാരോട്, തന്റെ വീട്ടുകാരോട് നമസ്കാരത്തെക്കുറിച്ചും സക്കാത്തിനെ സംബന്ധിച്ചും കൂടെ കൂടെ ഉണർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ തന്റെ കീഴിലുള്ളവരോട് നമസ്കാരത്തെപ്പറ്റി കൽപ്പിക്കണം എന്ന പൊതുവായ ആഹ്വാനമുണ്ട്. അങ്ങനെ കൽപ്പിച്ചതിന്റെ അനുഭവങ്ങൾ അള്ളാഹു എടുത്ത് നമുക്ക് വേണ്ടി എടുത്ത് പറയുന്നുമുണ്ട്. ഒരു മനുഷ്യന് ഏറ്റവും ഹൃദയസ്പൃക്കായ ഭാഷയിൽ ഉപദേശിക്കാൻ പറ്റാറുടാ, ഒരു കലർപ്പുമില്ലാത്ത ഉപദേശം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ ഒരു കലർപ്പുമില്ലാതെ ആർക്കെങ്കിലും ഈ ദുനിയാവിൽ ഉപദേശം നൽകുമെങ്കിൽ അത് സ്വന്തം മകന് നൽകുന്ന ഉപദേശമാണ്. അതുകൊണ്ട് യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ. ലുക്മാൻ അൽ ഹക്കീമിന്റെ കഥ, യഥാർത്ഥത്തിൽ ഈ ലുക്മാൻ അൽ ഹക്കീം തന്റെ മകനെ ഉപദേശിച്ച സന്ദർഭം എന്ന് പറഞ്ഞിട്ട് കുറെ ഉപദേശങ്ങൾ അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ടല്ലോ സൂറത്തുൽ ലുക്മാനിൽ. നിങ്ങൾ ഓർത്തു നോക്കൂ, യഥാർത്ഥത്തിൽ അള്ളാഹ് നേരിട്ട് പറഞ്ഞാ പോരെ. ലുക്മാൻ തന്റെ മകനെ ഉപദേശിച്ചു എന്ന് പറഞ്ഞിട്ട് ലുക്മാനുൽ ഹക്കീമിന്റെ ചെലവിൽ പറയേണ്ട ഒരു കാര്യം അള്ളാഹ്ക്കില്ലല്ലോ. പക്ഷെ ഇതെന്തിനാ പറയുന്നത്? ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സംരക്ഷണ ചുമതലയിലുള്ളവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളിൽ, ഉപദേശങ്ങളിൽ ഒരു കലർപ്പും പടരാൻ സാധ്യതയില്ലാത്ത ഗുണകാംക്ഷയോടെയുള്ള ഉപദേശം സ്വന്തം മക്കൾക്ക് നൽകുന്ന ഉപദേശമാണ്. അത്രയും മക്കളോട് വൈകാരിക ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഏതവസ്ഥയിലും ഈ ഉപദേശം താളം തെറ്റിപ്പോകാനും ഇടയുണ്ട്. ഇപ്പൊ ഒരാള് നമ്മളോട് വന്നിട്ട് പറയാണ്, നിങ്ങൾ എന്റെ മകനൊന്ന് ഉപദേശിക്കോ. അപ്പൊ നമുക്ക് വളരെ നല്ല പിന്നെ ഒരു വൈകാരികതയുടെ പശുമയില്ലാതെ മോനെ എന്നൊക്കെ വിളിച്ചിട്ട് ഒരാളുടെ മകനാണ്, അയാൾ നമ്മുടെ ഒരു സുഹൃത്താണ്, നമ്മളോട് ഉപദേശിക്കാൻ പറഞ്ഞതാണ്, നമുക്ക് ഉപദേശിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ മകൻ എന്തെങ്കിലും ഒരു അനുസരണക്കേട് കാണിച്ചാലോ നമുക്കത് സഹിക്കൂല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ആദ്യം തന്നെ അവസാനത്തെ വാക്ക് പറഞ്ഞു പോകും. അങ്ങനെ നിങ്ങളുടെ ഈ വികാരം ന്യായമാണ്. അള്ളാഹ് നമ്മോട് പറഞ്ഞതാണ്, നിങ്ങളുടെ ഈ വികാരം ന്യായമാണ്. പക്ഷേ അത് ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്ത് വേണം? സ്വന്തം കരളിന്റെ കഷ്ണമായ മകനെ ഉപദേശിക്കുമ്പോൾ ഉപദേശത്തിന്റെ ഭാഷ നിങ്ങൾ പഠിക്കണം. അതാണ്. നോക്കൂ, ലുക്മാൻ തത്വജ്ഞാനം നൽകി അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾക്ക് വിധേയനായ ലുക്മാനുൽ ഹക്കീം തന്റെ മകനെ ഉപദേശിച്ചത് നോക്കൂ. എന്താ ഉപദേശം? യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ, അഖിമിസ് സ്വലാ, നമസ്കാരം നിലനിർത്തണം. വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, തിന്മയിൽ നിന്ന് ജനങ്ങളെ വിലക്കണം. വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഇങ്ങനെ ഈ അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മ കൽപ്പിച്ചും തിന്മ വിരോധിച്ചും ജനങ്ങൾക്കിടയിൽ ഇടകലർന്ന് പ്രവർത്തിക്കുമ്പോ പലതരത്തിലുള്ള ആക്ഷേപം, പരിഹാസം, കുത്തുവാക്ക്, ശകാരം ഒക്കെ കേൾക്കാം ഇടയുണ്ട്. അതിൽ നീ ക്ഷമ കൈക്കൊള്ളണം. എന്ന് പറഞ്ഞാൽ എന്താ? ആ പണി നിർത്തണമെന്നല്ല, എന്ത് സംഭവിച്ചാലും അതിൽ ഉറച്ചു നിൽക്കണം, പുറകോട്ട് പോകരുത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സബർ വേറൊരു സാധനമാണ്, നമ്മൾ സാധാരണ ധരിച്ചുപോയതുപോലെയല്ല. ഇരിക്കട്ടെ. അപ്പോ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലുക്മാനുൽ ഹക്കീമിനെ എടുത്തുകൊണ്ട് നമ്മളോട് പറയുന്ന കാര്യം മകനോട് ഉപദേശിക്കുന്ന ശൈലിയെ പറ്റിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന നമ്മളൊക്കെ പല സന്ദർഭത്തിലും കേട്ടതുണ്ട്. മുറു ഔലാദക്കും ബിസ്വലാത്തി വഹും അബ്നാഉ സബ്ഇ സിനീൻ. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് 7 വയസ്സ് മുതൽ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ 10. 10 വയസ്സായാൽ നമസ്കരിച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷണ നടപടികൾ സ്വീകരിക്കണം. വഫർരിഖു ബൈനഹും ഫിൽ മളാജിഅ്. ആ ഹദീസിൽ ഇങ്ങനെയും കൂടി ഉണ്ട്. വഫർരിഖു ബൈനഹും ഫിൽ മളാജിഅ്. കിടപ്പിടങ്ങളിൽ അവരെ വേർപെടുത്തണം. അതായത് കിടപ്പിടങ്ങളിൽ അവരെ വേർപെടുത്തണം എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ ഇപ്പോ ഓരോ കുട്ടിക്കും ഓരോ റൂമും, ഇപ്പൊ കുട്ടികൾക്ക് സൗകര്യം കൂടിയതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്.
അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും മുതിർന്ന തലമുറയിലുള്ള ആളുകൾക്ക് ഇത്രയും സൗകര്യങ്ങളില്ല. അന്ന് ഒരു പായും 2 തലയണയും ഒരു 4-5 കുട്ടികളെയും കൂടി അങ്ങോട്ട് വിടലാണ്, അവരുറങ്ങട്ടെ. ഒരു ഘട്ടം വരെ അത് പറ്റും. അപ്പൊ അള്ളാന്റെ റസൂൽ പറയാണ് 7 വയസ്സായാൽ നമസ്കരിക്കാൻ പറഞ്ഞാൽ മാത്രം പോരാ, കിടപ്പിടങ്ങളിൽ അവരെ വേറെ വേറെ കിടത്തണം. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേറെ കിടത്തിയാൽ മാത്രം പോരാ, പെൺകുട്ടികളെയും വേറെ വേറെ കിടത്തണം, ആൺകുട്ടികളെയും വേറെ വേറെ കിടത്തണം. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് അപ്പൊ എന്താണ് അള്ളാന്റെ റസൂൽ പറയുന്നത്? 7 വയസ്സായാൽ നമസ്കരിക്കാൻ കൽപ്പിക്കണം. നമ്മളിപ്പോ പറയുമല്ലോ, ഇതിപ്പോ തലമുറകൾ മാറി, അങ്ങനെ കുറെ സിദ്ധാന്തങ്ങളുണ്ട്. തലമുറകൾ മാറി, ഇത് ജെൻസി തലമുറ കഴിഞ്ഞുപോയി, അടുത്ത തലമുറ വരാൻ പോവുകയാണ്. ആൽഫ, ബീറ്റ, ഗാമ, അങ്ങനെ തലമുറകൾ പുതിയത് വലിയ അന്തരം അതുകൊണ്ട് ജനറേഷനുകൾക്കിടയിൽ ഉണ്ടാവുകയാണ്. കമ്മ്യൂണിക്കേഷൻ അസാധ്യമാണ്. ബാപ്പയും മക്കളും തമ്മിൽ തന്നെ പരസ്പരം സംസാരിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വ്യക്തിപരമായി ഈ സിദ്ധാന്തങ്ങളോടൊന്നും ഒരു യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ. ഒന്നാമത്തത്, നിങ്ങൾ അതിനെക്കുറിച്ച് പരിശോധിച്ച് നോക്കൂ. ഒരു 5-6 തലമുറകളുടെ, ഒരു 15, 16, 17 കൊല്ലങ്ങളുടെ ഇടയിലുള്ള വ്യത്യാസപ്പെട്ടിട്ട് ഒരു 5-6 തലമുറകളുടെ കാര്യമാണ് ഈ പറയുന്നത്. എക്സ് ജനറേഷൻ, വൈ ജനറേഷൻ, അവരെ തന്നെ മില്ലേനിയം എന്നും പറയും, കാരണം ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തിലുള്ളവരെന്ന നിലക്ക്. അതിനുശേഷം ജെൻ സി എന്ന് പറഞ്ഞാൽ സെഡ് ആണ്, അല്ലാതെ സി അല്ല. സെഡ് എന്ന് പറഞ്ഞാൽ ആ ജനറേഷൻ അവിടെ തീർന്നു. പിന്നെ അടുത്ത അപ്പൊ ഇംഗ്ലീഷിൽ പിന്നെ വേറെ ആൽഫബറ്റിലേക്ക് പോവാണ്. അതാണ് പിന്നെ ആൽഫ, ജനറേഷൻ ബീറ്റ എന്നൊക്കെ പറയുന്നത്. 10-15 വർഷങ്ങൾക്കിടയിൽ, തലമുറകൾക്കിടയിൽ ഇത്രയും വലിയ അന്തരമോ? ഒരു രക്ഷിതാവ്, ഞാനിവിടെ ഒരു കാര്യം നിങ്ങളോട് പറയാം. കുടുംബങ്ങളിൽ മക്കൾ പറയുന്നത് രക്ഷിതാക്കൾക്കോ, രക്ഷിതാക്കൾ പറയുന്നത് മക്കൾക്കോ മനസ്സിലാക്കാൻ കഴിയാത്ത അബദ്ധം ഉണ്ടാകുന്നുവെങ്കിൽ അത് തലമുറകളുടെ അന്തരമല്ല, നമ്മുടെ സമീപനത്തിലെ പ്രശ്നങ്ങളാണ്. അവിടെയാണ് അള്ളാന്റെ റസൂൽ നമുക്കൊരു ദിശ നിശ്ചയിച്ചു തരുന്നത്. എന്താണ് ആ ദിശ? നിങ്ങൾ 7 വയസ്സ് മുതൽ കുട്ടിയോട് നമസ്കാരത്തെ കുറിച്ച് പറയണം. കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് ഒരു ദിവസം മൊബൈലിൽ അലാം വെച്ചിട്ട് 7 വയസ്സാകുന്ന അന്ന് രാവിലെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റപ്പിൽ വന്നിട്ട് കുട്ടിയോട് നിസ്കരിക്കുമെന്ന് പറഞ്ഞാൽ നടത്താൻ പറ്റിയ പണിയാണോ ഈ നിസ്കാരം എന്ന് പറയുന്നത്? അല്ലല്ലോ. അപ്പൊ 7 വയസ്സായാൽ നിസ്കരിക്കാൻ പറയണമെങ്കിൽ 5 വയസ്സ് മുതൽ ഇത് ശീലിപ്പിക്കണ്ടേ? 5 വയസ്സ് മുതൽ ശീലിപ്പിക്കണമെങ്കിൽ അതിനു മുമ്പേ തന്നെ ഈ കാര്യത്തിൽ പതിവായി ഏർപ്പെടുന്ന മാതാപിതാക്കളെ ഈ മക്കൾ കാണണ്ടേ? അല്ലെങ്കിൽ ഇതെന്താ പരിപാടി എന്ന് ചോദിക്കൂലേ അവര്? എന്ന് പറഞ്ഞാൽ റഅ്സുൽ അംരി അൽ ഇസ്ലാം വഅമുദുഹു അൽ അസ്വലാ, കാര്യങ്ങളുടെ തല ഇസ്ലാമാണ്. ഞാൻ കുറെ ആ തുടക്കത്തിൽ ഇവിടെ 1-2 ഖുത്ബകളിൽ അള്ളാഹുവിന്റെ പരമാധികാരം അംഗീകരിച്ച് അവനുള്ള അനുസരണത്തിൽ നമ്മൾ സ്ഥിരമായി നിലകൊള്ളലാണ് ഇസ്ലാം എന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇസ്ലാം. എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ പരമാധികാരം അംഗീകരിച്ച് അവനും അവന്റെ ദൂതനുമുള്ള അനുസരണത്തിൽ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തലാണ് ഇസ്ലാം. റഅ്സുൽ അംരി അൽ ഇസ്ലാം, ഒരു ഹദീസിൽ കാണാം, റഅ്സുൽ അംരി അൽ ഇസ്ലാം വഅമുദുഹു അസ്സലാ, കാര്യങ്ങളുടെ തല അനുസരണമാണ്, അതിന്റെ സ്തംഭം, അതിന്റെ തൂണ് എന്ന് പറയുന്നത് നമസ്കാരമാണ്. കാരണം അനുസരണശീലം ഉണ്ടാക്കാൻ ഇതിനേക്കാൾ നല്ല ഒരു മാർഗം വേറെയില്ല. ആർക്കുള്ള അനുസരണശീലം? റബ്ബിനെ അനുസരിക്കാനുള്ള ശീലം റബ്ബിന്റെ അടിയാറുകളിൽ ഉണ്ടാക്കാൻ ഈ നമസ്കാരത്തെക്കാൾ നല്ല രൂപമുണ്ടോ? പക്ഷെ ഈ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ശീലിപ്പിക്കാനുള്ള ഈ കർമ്മം പ്രാക്ടീസ് ചെയ്യാതിരിക്കുമ്പോ അനുസരണക്കേട് ശീലിക്കാനുള്ള ഒരു അവസരമായി മാറുകയാണ്. അത് പടച്ചവന്റെ കുഴപ്പമല്ല, അത് നമ്മുടെ കുഴപ്പമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, വീട്ടിൽ ഒരു കുട്ടിയോട് 5 വയസ്സ് കുഞ്ഞുനാൾ മുതൽ അത് ശീലിപ്പിക്കണം. ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും കൂടി ലേശം കൂടി അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിച്ചു നോക്കൂ. ഈ ചെറുപ്പം മുതൽ ശീലിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒതു ഉണ്ടാക്കൽ പഠിപ്പിക്കണം. അപ്പൊ വെള്ളം, അപ്പൊ ശുദ്ധിയുടെ പ്രാധാന്യം, ശുദ്ധിയാക്കേണ്ടതിന്റെ രൂപം, ഇതൊക്കെ കുട്ടിയെ ശീലിപ്പിക്കണമെന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ഇതൊരു സംസ്കാരമാണ്. അപ്പൊ 7 വയസ്സാകുമ്പോഴേക്ക് നിങ്ങളുടെ ഗാർഹികാന്തരീക്ഷം ഈ സംസ്കാരത്തിലേക്ക് മാറണം എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ഞാൻ ഉറപ്പിച്ചു പറയാം, 7 വയസ്സായത് മുതൽ നിങ്ങൾ കുട്ടികളോട് നമസ്കാരത്തെക്കുറിച്ച് മുറു ഔലാദക്കും എന്നാണ് ഹദീസ്. ഞാൻ നേരത്തെ പറഞ്ഞു അംറ് എന്ന കൽപ്പനയെ സംബന്ധിച്ച് വക്കാന യഅ്മുറു അഹ്ലഹു എന്ന പ്രയോഗത്തെ പറ്റി ഞാൻ പിന്നെ പറയാം എന്ന്. ഈ അംറ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കട എന്ന ഏകപക്ഷീയമായ കൽപ്പനയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ എന്ത് പ്രമാണം പഠിക്കുമ്പോഴും മൊത്തം ഖുർആന്റെയും സുന്നത്തിന്റെയും ഫ്രെയിമിൽ നിന്ന് ആ പ്രമാണം മനസ്സിലാക്കാൻ പറ്റണം.
അപ്പൊ മുറു ഔലാദക്കും, നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ നമസ്കാരത്തെക്കുറിച്ച് കൽപ്പിക്കുക എന്ന ഹദീസ് നമ്മൾ നടപ്പിൽ വരുത്തേണ്ടത് എങ്ങനെയാണ്? യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ എന്ന ലുഖ്മാനുൽ ഹക്കീമിന്റെ ആ അധ്യാപനം ഖുർആൻ എടുത്തുദ്ധരിച്ചല്ലോ. അത് മനസ്സിലാക്കിയിട്ടാണ്. അപ്പൊ മക്കളോട് കൽപ്പനയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭാഷ കൽപ്പനയുടേതാകരുത്. കൽപ്പിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം കൽപ്പിക്കാൻ അധികാരമുള്ളവനാണ് നിങ്ങൾ. ആ അധികാരം നിങ്ങൾ പ്രയോഗിച്ചില്ലെങ്കിൽ നാളെ എന്റെ മുമ്പിൽ വന്ന് നിങ്ങൾ വേർക്കേണ്ടി വരും. അത് ബോധ്യപ്പെടുത്താനാണ് കൽപ്പന എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ പണി ഒരു കൽപ്പനയല്ല. അപ്പൊ 7 വയസ്സുകാരനോട് ഒരു ഔചിത്യവും കൂടാതെ ഏകപക്ഷീയമായി ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ പ്രശ്നം തീരും എന്ന് രക്ഷിതാക്കൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ചല്ലോ ഖുർആൻ. അങ്ങനെ അവരുടെ മനസ്സെടുക്കണം, അവരെ ഇത് ശീലിപ്പിക്കണം, അവരെ കൂടെ നിർത്തി ഇത് പതിവാക്കണം. അങ്ങനെ 7 വയസ്സ് മുതൽ ഈ ഒരു സംസ്കാരം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവൻ 17 വയസ്സാകുമ്പോഴും എവിടെന്നോ കയറി വരുമ്പോ എടാ നിസ്കരിച്ചിരുന്നോ എന്ന് ചോദിക്കാൻ പറ്റും. അവന് 27 വയസ്സാവുമ്പോഴും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അവന് 37 വയസ്സാവുമ്പോഴും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. നിങ്ങൾക്ക് അവനെ കിടപ്പാൻ പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ ചാരുകസേരയിൽ കിടക്കുമ്പോ എവിടെന്നോ മകൻ 65-കാരനായ മകൻ കടന്നു വരുമ്പോ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, എടാ മോനെ നിസ്കരിച്ചിരുന്നോ, ഈ നേരത്തെ ഇപ്പിച്ച് എവിടുന്നാ വരുന്നത്? ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. ഈ ദിശയിലേക്കാണ് ഖുർആനും സുന്നത്തും നമ്മൾ വിളിക്കുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ സംസ്കാരമാണ് നമ്മുടെ വീടുകളിൽ നിന്ന് കൈവിട്ടത്. അതുകൊണ്ട് ഏറ്റവും ഗൗരവപ്പെട്ട ഈ വിഷയത്തിൽ തന്നെ സംസാരം നടക്കാത്ത ഒരു വീട്ടിൽ വേറെ ഒരു കാര്യത്തിലും സംസാരം നടക്കാൻ സാധ്യതയില്ല എന്നിടത്തേക്ക് കാര്യങ്ങളെത്തും. അങ്ങനെയാണ് തലമുറകൾ തമ്മിലുള്ള അന്തരങ്ങൾക്ക് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു രക്ഷിതാവ് സ്വന്തം മക്കളോട് ഈ ഒരു അവരുടെ മനസ്സറിഞ്ഞ് അവരെ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു അന്തരീക്ഷം ഗാർഹിക തലത്തിൽ നിലനിർത്തുന്നുവെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യനെ കുറിച്ച് അള്ളാഹ് വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങളായത്, നഅൂദുബില്ല, എന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. വേറെ ചില വശങ്ങളെ സംബന്ധിച്ച് ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ പറയാം. ഇവിടെ പറഞ്ഞതിന്റെ ആകത്തുക ഇതാണ്. കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭരണ പ്രദേശം എവിടെയാണോ അവിടെ, ഒരു കുടുംബനാഥന്റെ ഭരണപ്രദേശം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീടാണ്. എവിടെയാണോ നിങ്ങൾ കൈകാര്യകർത്താക്കളായിട്ടുള്ളത് അവിടെ നമസ്കാരം നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടാവണം. ഇതാണ് കൽപ്പന. അത് ആ ഒരു ഗൗരവത്തിൽ ആ വശത്തെക്കുറിച്ച് കൂടി രക്ഷിതാക്കൾ ചിന്തിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.